കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പൊതുകിണർ നഗരസഭയുടെ അനാസ്ഥതയിൽ നശിക്കുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. കൊടും വേനലിലും ജലസമൃദ്ധമായിരുന്ന കിണറിന്റെ പരിസരങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടുകയാണ്. ഇതോടെ കിണറിലെ ജലവും മലിനമായി കഴിഞ്ഞു. 6.5 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ജലസ്രോതസ് കട്ടപ്പന കുന്തളംപാറ റോഡിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. പതിറ്റാണ്ടുകളോളം ടൗണിലെ ദാഹമകറ്റിയിരുന്നത് ഈ കിണറായിരുന്നു. ഒപ്പം കിണറ്റിലെ വെള്ളം കോരി കടകളിലെത്തിച്ച് കുറേയധികം തൊഴിലാളികൾ ഉപജീവനം നടത്തിയിരുന്നുവെന്നും ഈ തൊഴിലാളികൾക്ക് ഒരു യൂണിയൻ അടക്കം ഉണ്ടായിരുന്നുവെന്നതും കിണറിന്റെ ചരിത്രമാണ്. കട്ടപ്പന ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്ത് വർഷാവർഷം വൃത്തിയാക്കി സംരക്ഷിച്ചിരുന്ന കിണറാണ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ അവഗണിച്ചിട്ടിരിക്കുന്നത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്ന കഴിഞ്ഞ കടുത്ത വേനലിലുൾപ്പെടെ ഈ കിണർ ജലസമൃദ്ധമായിരുന്നു. എന്നാൽ കിണറിന്റെ ചുറ്റുപാടുകൾ മാലിന്യം കുമിഞ്ഞുകൂടിയ സ്ഥിതിയിലാണ്. ഒപ്പം ടൗണിൽ നിന്നടക്കമുള്ള മലിനജലവും കിണറിന്റെ പരിസരത്തേക്കാണ് ഒഴുകിയെത്തുന്നത്. നമ്മൾ കാണുന്ന ഒരു കിണറെന്ന് പറയുന്നത് കട്ടപ്പനയിലെ പുരാതനമായിട്ടുള്ള കിണർ. കട്ടപ്പനയിലെ പഴയ ബസ് സ്റ്റാൻഡിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിൽ അടക്കമുള്ള ഈ പരിസര പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകൾക്കും വെള്ളം എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് ഈ കിണറ്റിൽ നിന്നാണ്. ജലസമൃദ്ധമാണ് ഇപ്പോഴും ഈ കിണർ. ഇവിടെ നിന്ന് പണ്ട് ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തൊഴിലാളികൾ പാട്ടയ്ക്കകത്ത് തോളിൽ പാട്ട കെട്ടിയിട്ട് വെള്ളം കോരി ഈ നട കയറി അവർ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഏതാണ്ട് 60ഓളം തൊഴിലാളികളാണ് ഈ വെള്ളം കോരുന്ന ജോലി തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. കാലകാലങ്ങളായിട്ട് ഗ്രാമപഞ്ചായത്തായിരുന്ന സമയത്ത് ഈ കിണർ അത് ശുദ്ധീകരിക്കുകയും അത് വൃത്തിയാക്കുകയൊക്കെ ചെയ്തിട്ട് ജലം ഇവിടുന്ന് തൊഴിലാളികൾ കൊടുത്തിരുന്നു. ഇവിടെ ഒരു യൂണിയൻ തന്നെ ഉണ്ടായിരുന്നു. വെള്ളം കോരുന്ന തൊഴിലാളികളുടെ യൂണിയൻ തന്നെ കട്ടപ്പനയിലുണ്ടായിരുന്നു. ഇത്രയും ജലസമൃദ്ധമായിട്ടുണ്ടായിരുന്ന കിണർ ഈ കട്ടപ്പന ടൗണിൻ്റെ പ്രധാന ഭാഗത്തുള്ള ജലക്ഷാമം പരിഹരിക്കപ്പെടാവുന്ന ഒരു കിണർ ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് പോലും അത് ശുദ്ധീകരിക്കുകയോ അതിൽ നിന്ന് വെള്ളം കൊടുക്കാനുള്ള സംവിധാനമോ ഈ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കിയില്ല. ആ കിണർ ഇന്ന് അനാഥമായി കിടക്കുകയാണ്. കാടും പടലവും പിടിച്ച് ഇവിടുന്ന് കുന്തളംപാറ റോഡിൽ നിന്ന് ഒഴുകിയെടുക്കുന്ന മലിനജലം പോലും ഈ കിണറിൻ്റെ സമീപത്ത് വന്ന് അടിഞ്ഞുകൂടുക. അത്രയും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു കിണറാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥ കാരണം ഇത് നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കിണർ ശുദ്ധീകരിച്ചാൽ ഈ പ്രദേശത്തെ അല്ലെങ്കിൽ ടൗണിൻ്റെ പകുതി ഭാഗത്തെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുക. കിണറ്റിൽ മലിനജലം ആണെന്നറിയാതെ ഏതാനും സ്വകാര്യ വ്യക്തികൾ ഇപ്പോഴും ഈ കിണറിനെ ആശ്രയിക്കുന്നുണ്ട്. കിണർ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഉപയോഗപ്രദമാക്കുകയും ടാങ്ക് നിർമ്മിച്ച് ജലവിതരണം നടത്തുകയും ചെയ്താൽ ടൗൺ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാവും. അടിയന്തരമായി നഗരസഭ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.